ഇടതു സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പിന്റെ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമായി. ഉടുപ്പഴിക്കൽ സമരം രഹസ്യമായി നടത്തിയ വനിതകൾക്ക് പണ്ട് കോൺഗ്രസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്രസ്താവന പിൻവലിച്ച് ചെറിയാൻ ഫിലിപ്പ് മാപ്പ് പറയണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടു. അതേസമയം നിലപാടിൽ ഉറച്ചുനിന്ന ചെറിയാൻ ഫിലിപ്പ് തന്നെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കട്ടെ എന്ന് പ്രതികരിച്ചു. ഇന്നു രാവിലെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ചെറിയാൻ ഫിലിപ്പ് വിവാദ പരാമർശം നടത്തിയത്. യൂത്ത് കോൺഗ്രസുകാരുടെ ഉടുപ്പഴിക്കൽ സമരം മാതൃകാപരമായ ഒരു സമരമാർഗമാണെന്നും ഈ സമരം രഹസ്യമായി നടത്തിയ വനിതകൾക്കെല്ലാം പണ്ട് കോൺഗ്രസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നുമായിരുന്നു പരാമർശം. സംഭവം വിവാദമായതോടെ സ്ത്രീ സമൂഹത്തിനാകെ അപമാനകരമാകുന്ന ചിലരെ മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും സ്ത്രീകളെ ഇരകളാക്കുന്ന പുരുഷന്മാരെയാണ് പരോക്ഷമായി വിമർശിച്ചതെന്നും ചെറിയാൻ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കി. അതേസമയം ചെറിയാൻ ഫിലിപ്പ് പ്രസ്താവന പിൻവലിച്ചു മാപ്പ് പറയണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. സ്ത്രീ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശം അദ്ദേഹം പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട് പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതായിരിക്കും ഉചിതം. ചെറിയാന്റെ പ്രസ്താവന ക്രൂരമായി പോയെന്നും നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുന്നത് ഒരു പ്രസ്താവനയല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശം ചെറിയാൻ ഫിലിപ്പ് ഒഴിവാക്കേണ്ടതായിരുന്നെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ഡോക്ടർ TN സീമ പറഞ്ഞു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല, അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കേണ്ടതാണ്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് വീണ്ടും ചെറിയാൻ ഫിലിപ്പ് ശക്തമായി രംഗത്തെത്തിയത്. തന്നെ സ്ത്രീവിരുദ്ധനാക്കാൻ ശ്രമിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് ഫേസ്ബുക്കിൽ തന്നെ ചെറിയാൻ വ്യക്തമാക്കി. VM സുധീരൻ പറയുന്നത് പോലെ താൻ മാപ്പ് പറഞ്ഞാൽ സത്യം മരിക്കുകയില്ല. കോൺഗ്രസിൽ ചില വനിതകൾ എങ്ങനെ സീറ്റ് നേടിയെന്ന നാറുന്ന കഥകൾ സുധീറിന് മറവുള്ളതാണ്. മാന്യതയുടെ പേരിൽ കോൺഗ്രസിലെ പല രഹസ്യങ്ങളും ആത്മകഥയിലൂടെ പോലും പുറത്തു പറഞ്ഞിട്ടില്ല. ബിന്ദു കൃഷ്ണ തനിക്കെതിരെ കേസ് കൊടുത്താൽ കോൺഗ്രസ് നേതാക്കൾ നാറും. അങ്ങനെയെങ്കിൽ തന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഉപബോധ മനസ്സിലെ എല്ലാ സത്യങ്ങളും അപ്പോൾ പുറത്തുവരുമെന്നും ഫേസ്ബുക്കിലെ തുടർ പോസ്റ്റുകളിൽ ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.